ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവർക്ക് ലഭിച്ച ജാമ്യവും അതിനു പിന്നാലെ കോടതിയിൽ നിന്നുണ്ടായ നിരീക്ഷണങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിൽ തന്ത്രിക്കെതിരെ തെളിവിന്റെ ഒരു കണിക പോലും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെന്ന കൊല്ലം വിജിലൻസ് കോടതിയുടെ പരാമർശം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ പ്രഹരമായാണ് വിലയിരുത്തപ്പെടുന്നത്. ക്ഷേത്ര ഭരണത്തിലോ സാമ്പത്തിക കാര്യങ്ങളിലോ നേരിട്ട് പങ്കില്ലാത്ത തന്ത്രിയെ പ്രതിപട്ടികയിൽ പോലും ഇല്ലായിരുന്നിട്ടും അപ്രതീക്ഷിതമായി അറസ്റ്റ് ചെയ്ത നടപടി രാഷ്ട്രീയ പകപോക്കലാണെന്ന വാദത്തിന് കോടതിയുടെ ഈ നിലപാടോടെ വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുകയാണ്. സ്വാഭാവിക ജാമ്യത്തിന് അർഹനാകുന്ന 60 ദിവസത്തെ കാലാവധി എത്തുന്നതിന് മുമ്പേ തന്നെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നത് കേസിലെ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലുകളിലെ പാളിച്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രഥമ ദൃഷ്ട്യാ തന്ത്രിക്കെതിരെ കുറ്റം ചുമത്താൻ തക്ക തെളിവുകളില്ലെന്ന് വ്യക്തമാക്കിയ കോടതി അന്വേഷണ സംഘത്തിന്റെ ഓരോ നീക്കത്തെയും സംശയത്തോടെയാണ് വീക്ഷിച്ചത്. 2017 കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക ചടങ്ങുകളിൽ കൈമാറപ്പെട്ട വാജവാഹനം പിടിച്ചെടുത്ത് തന്ത്രിയെ കുറ്റവാളിയാക്കി ചിത്രീകരിക്കാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം പാളിയതോടെ സർക്കാരിന്റെ വാദങ്ങളെല്ലാം അപ്രസക്തമായി. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രം അവസാന വാക്കാകേണ്ട തന്ത്രിക്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എടുക്കുന്ന ഭരണപരമായോ സാമ്പത്തികമായോ ഉള്ള തീരുമാനങ്ങളിൽ പങ്കില്ലെന്ന വസ്തുത കോടതി ശരിവെക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിശ്വാസത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. CPM-ന്റെ മുതിർന്ന നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ A. പത്മകുമാർ ഉൾപ്പെടെയുള്ള ഭരണപക്ഷ അനുകൂലികൾ പ്രതിപട്ടികയിൽ വരികയും സർക്കാർ വലിയ പ്രതിരോധത്തിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടായതെന്ന ആരോപണം ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. സർക്കാരിനെതിരെയുള്ള പൊതുവികാരം തിരിച്ചുവിടാനായി നടത്തിയ ഒരു പകമറയായിരുന്നു ഈ അറസ്റ്റ് എന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി വാദിക്കുന്നു. യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തന്ത്രി സ്വീകരിച്ച കർശന നിലപാടിനുള്ള പ്രതികാര നടപടിയാണെന്ന് വിശ്വസിക്കുന്നവർ കുറവല്ല. 2018 സുപ്രീം കോടതി വിധിയെ തുടർന്ന് യുവതികൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന് പിന്നാലെ നടടച്ച് ശുദ്ധികലശം നടത്തിയ കണ്ഠരര് രാജീവരുടെ നടപടി മുഖ്യമന്ത്രി പിണറായി വിജയനെ അന്ന് പരസ്യമായി ചൊടിപ്പിച്ചിരുന്നു. അന്നു മുതൽ തന്ത്രി മഠത്തോടും കണ്ഠരര് രാജീവരോടും സർക്കാരിനുള്ള ശത്രുതയുടെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ അറസ്റ്റും പീഡനവുമെന്ന് കോടതിയിൽ തന്ത്രി തന്നെ വാദിച്ചു. താൻ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ കേരളത്തിലെ വിശ്വാസ സമൂഹത്തിനിടയിൽ വലിയ വികാരം ഉണർത്തിയിട്ടുണ്ട്. ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന സർക്കാർ ഇപ്പോൾ തന്ത്രിയെ തടവിലാക്കി ആത്മവീര്യം കെടുത്താൻ ശ്രമിക്കുകയാണെന്ന് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നു. തന്ത്രിയുടെ അറസ്റ്റിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടതോടെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും സർക്കാർ ഉത്തരം പറയേണ്ടി വരും. BJP നേതാവ് PS ശ്രീധരൻപിള്ള തന്ത്രിയെ സന്ദർശിച്ച് പിന്തുണ അറിയിച്ചതും ഈ വിഷയത്തിന് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ പേരിൽ ഒരാളെ ഇത്രത്തോളം മാനസികമായി തകർക്കുന്നത് നീതീകരിക്കാനാവില്ലെന്നും കുടുംബത്തിനുണ്ടായ മനോവേദനയ്ക്ക് സർക്കാർ വലിയ വില നൽകേണ്ടി വരുമെന്നുമാണ് BJPയുടെ മുന്നറിയിപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ ഹൈന്ദവ വോട്ടുകളുടെ സമാഹരണം ലക്ഷ്യമിടുന്ന CPM-ന് തന്ത്രിയെ കൊടുക്കാൻ ശ്രമിച്ചു എന്ന പേരുദോഷം വരും ദിവസങ്ങളിൽ വലിയൊരു രാഷ്ട്രീയ ബാധ്യതയായി മാറും. അറസ്റ്റ് നടന്ന ഉടൻ തന്നെ അത് സർക്കാർ നിലപാടിന്റെ വിജയമായി ആഘോഷിച്ച ഇടതു കേന്ദ്രങ്ങൾ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ജാമ്യം ലഭിച്ചത് അന്തിമ വിധിയല്ലെന്നും ജാമ്യ വ്യവസ്ഥകൾ കർശനമാണെന്നും പറഞ്ഞ് സൈബർ പോരാളികൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കോടതിയുടെ നിരീക്ഷണങ്ങൾ അത് അത്ര എളുപ്പമല്ലെന്ന് വ്യക്തമാക്കുന്നു. വന്നത് അന്തിമ വിധിയല്ലെന്നും ഇനിയും അന്വേഷണം മുന്നോട്ട് പോകാനുണ്ടെന്നുമാണ് സർക്കാരിനെ അനുകൂലിക്കുന്നവരുടെ വാദം. എന്നാൽ എത്ര ഉന്നതനായാലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന വീരവാദം മുഴക്കിയവർക്ക് കോടതിയിൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതെ വന്നത് വലിയ തിരിച്ചടിയായി. സർക്കാരിന് പ്രത്യേക അന്വേഷണ സംഘവുമായി ബന്ധമില്ലെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചവർ പോലും അറസ്റ്റിനെ ആഘോഷിച്ചതിലൂടെ സർക്കാരിന്റെ താല്പര്യം പുറത്തു വന്നു കഴിഞ്ഞു. 2019 മുഖ്യമന്ത്രി നേരിട്ട് ഉന്നയിച്ച വിമർശനങ്ങളുടെ തുടർച്ചയായാണ് ഈ കേസിലെ നടപടികളെന്ന് UDF NDA നേതാക്കൾ ആവർത്തിക്കുന്നു. കൊടിമര നിർമ്മാണത്തിലെ അഴിമതിയും സ്വർണത്തിന്റെ അളവിലെ കുറവും അന്വേഷിക്കുന്ന സംഘം ഭരണപരമായ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരെ വിട്ട് തന്ത്രിക്ക് പിന്നാലെ പോയത് കൃത്യമായ അജണ്ടയുടെ ഭാഗമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. വാജവാഹനം തന്ത്രിക്ക് വഴിപാടായി നൽകിയതാണെന്ന വസ്തുത നിലനിൽക്കെ അത് സ്വർണ്ണക്കൊള്ളയുടെ തെളിവായി അവതരിപ്പിക്കാൻ നോക്കിയത് അപഹാസ്യപരമാണ്. ഇത്തരം ബാലിശമായ കണ്ടെത്തലുകൾ കോടതി തള്ളിയതോടെ സർക്കാരിന്റെ വിശ്വാസത്തേക്കും അന്വേഷണ മികവിനും വലിയ പോറലേറ്റിരിക്കുകയാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഭരണ സംവിധാനത്തെയും പോലീസ് സേനയെയും ദുരുപയോഗം ചെയ്തു എന്ന വിമർശനം വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെക്കും. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ എപ്പോഴും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എന്നതിനാൽ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരായ നീക്കം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുമോ എന്നത് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുകയാണ്.